ഗായ്സ്, അറബികളുടെ സ്പെഷ്യൽ ദിജാജി ബാക്ലി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കോഴി പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഒരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മസാലക്കൂട്ട് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ വെന്ത് വരുന്നത് വരെ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്ത ചിക്കൻ 4 കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളും ആക്കാം. ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഓരോ ടേബിൾ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മസാലക്കൂട്ട്, ചിക്കൻ മസാല എന്നിവയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലി, വലിയ ജീരകം എന്നിവ പേസ്റ്റായി അരച്ചെടുത്തതും പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും ടൊമാറ്റോ സോസും നന്നായി ഇളക്കി ചിക്കൻ ഇതിലിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ 2 സൈഡും നന്നായി മൊരിച്ചെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയായ അറബികളുടെ സ്പെഷ്യൽ ദിജാജി മഗ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇത്തരം വെറൈറ്റി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.